പ്രൈസ് ദി ലോർഡ്. വേഗം വരുന്നവനായ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനങ്ങളെ ഞാൻ അറിയിക്കുന്നു. 1 ശമൂവേൽ 4-ാം അധ്യായം 22-ാം വാക്യം. ദൈവത്തിൻ്റെ പെട്ടകം പിടിപ്പെട്ടു പോകുകൊണ്ട് മഹത്വം ഇസ്രായേലിൽ നിന്ന് പോയി എന്ന് അവൾ പറഞ്ഞു. ഹല്ലേലൂയ. ഇതാ, ഒരു കുടുംബത്തിൽ തുടരെ അനർത്ഥങ്ങൾ. ആ കുടുംബത്തിൻ്റെ ഐശ്വര്യം പോയി, മഹത്വം പോയി, എല്ലാ നന്മയും പോയി. ഏലി പുരോഹിതൻ്റെ ഭവനത്തിൽ ഒത്തിരി അനർത്ഥങ്ങൾ സംഭവിച്ചു. ആ അനർത്ഥങ്ങൾ സംഭവിച്ചപ്പോൾ ഫിനെഹാസിൻ്റെ ഭാര്യ വിളിച്ചു പറഞ്ഞ ഒരു വേർഡാ ഹല്ലേലൂയ, ഇതാ മഹത്വം പോയി. ഹല്ലേലൂയ. പുതിയ നിയമത്തിൽ നാം വായിക്കുന്നു, ഒരു വ്യത്യാസവുമില്ല. എല്ലാവരും പാപം ചെയ്ത് ദൈവത്തിൻ്റെ തേജസ് നഷ്ടപ്പെടുത്തി. പാപം ചെയ്ത, പാപത്തിൽ മരിച്ച മനുഷ്യർ ദൈവത്തിൻ്റെ തേജസ് നഷ്ടപ്പെടുത്തി. സങ്കീർത്തനക്കാരൻ പറയുന്നു, കർത്താവ് നമ്മെ ഉണ്ടാക്കിയപ്പോൾ അവൻ്റെ പദ്ധതി നമ്മെ മഹത്വവും തേജസ്സും അണിയിക്കുക എന്നതത്രേ. പ്രവാചകനായ യെശയ്യാവ് പറയുന്നു, സകല ജാതികളും നിൻ്റെ മഹത്വത്തെ കാണും, സകല രാജാക്കന്മാരും യഹോവയുടെ മഹത്വത്തെ നിൻ്റെ ജീവിതത്തിൽ ദർശിക്കും. ദൈവത്തിൻ്റെ മഹത്വം ജീവിതത്തിൽ ഏറ്റവും വലിയ ഭാഗ്യമത്രേ. ദൈവമഹത്വമുള്ള വീട്, ദൈവമഹത്വം കൊണ്ട് നിറഞ്ഞിരിക്കുന്ന ഭവനങ്ങൾ ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ടതത്രേ. ഇതാ ഇവിടെ നോക്ക്, ഒരു ഭവനത്തിൻ്റെ എല്ലാ മഹത്വവും പോയി. ഒരു ദേശത്തിൽ മഹത്വം പോയി. പ്രിയരെ, മഹത്വം പോയാൽ ഒരു പ്രയോജനവും നമ്മെ കൊണ്ടില്ല, നമ്മിലൂടെ ഒരു പ്രവൃത്തിയും നടക്കത്തുമില്ല. ഇവിടെ മഹത്വം പോകാനുള്ള കാരണങ്ങളെ ഹല്ലേലൂയ ശമൂവേലിൻ്റെ പുസ്തകം വ്യക്തമായി നമ്മെ പഠിപ്പിക്കുന്നു. ഒന്നാമതായി പറയുന്നു, ആ കാലഘട്ടത്തിൽ ദൈവത്തിൻ്റെ വചനം ദുർലഭമായിരുന്നു. വചനം ഇല്ലാത്ത ഒരു കാലഘട്ടം, വചനം ഇല്ലാത്ത വീടുകൾ, വചനമില്ലാത്ത വ്യക്തി ജീവിതങ്ങൾ, അതെല്ലാം ഇപ്പോഴും ഹല്ലേലൂയ മഹത്വമില്ലാത്ത വീടത്രേ. പ്രിയരെ, നിങ്ങളുടെ വീട്ടിനകത്തെ മഹത്വം വരുവാൻ, വീട്ടിനകത്തേക്ക് ദൈവമഹത്വം വെളിപ്പെടുവാൻ ഒന്നാമത് നാം ചെയ്യേണ്ടത് ദൈവ വചനത്തെ ധ്യാനിക്കുകയത്രേ. കർത്താവിൻ്റെ വചനം നിങ്ങളുടെ കാലിന് ദീപവും പാതയ്ക്ക് പ്രകാശവും അത്രേ. ഇന്ന് രാവിലെയും ദൈവവചനത്തോട് മറുതലിക്കാതെ ദൈവവചനത്തിന് വേണ്ടി നിങ്ങൾ സമയം ചെലവഴിക്കുമോ? ദൈവത്തിൻ്റെ വചനം നിങ്ങളുടെ വീട്ടിനകത്ത് ഉറച്ചു വായിക്കുമോ? ദൈവവചനം നിങ്ങളുടെ വീട്ടിനകത്ത് ഷെയർ ചെയ്യുമോ? കുടുംബത്തിൽ നിങ്ങൾ ഓരോ അംഗങ്ങളും ഒരുമിച്ചിരുന്ന് ദൈവവചനം ധ്യാനിക്കുമ്പോൾ നിങ്ങളുടെ വീട്ടിനകത്തേക്ക് ദൈവത്തിൻ്റെ സാന്നിധ്യം ഇറങ്ങി വരും. ദൈവസാന്നിധ്യത്താൽ ദൈവമഹത്വം നിങ്ങളുടെ വീട്ടിൽ നിറയും. ഇന്ന് രാവിലെ സമയത്ത് വചനം കേൾക്കുന്ന ദൈവത്തിൻ്റെ പൈതലെ, നിങ്ങൾ വചനത്തിന് വേണ്ടി ചെലവഴിക്കുന്ന സമയത്തെ ദൈവം മാനിക്കും. എന്നെ മാനിക്കുന്നവനെ ഞാൻ മാനിക്കും എന്നരുളി ചെയ്ത ദൈവം വിശ്വസ്തനായ ദൈവമത്രേ, മാറാത്ത ദൈവമത്രേ. അതുകൊണ്ട് ഒന്നാമതായി നാം ചെയ്യേണ്ടത് വചനത്തെ ധ്യാനിക്കുക. ഏലിയുടെ കാലഘട്ടത്തിൽ വചനം ദുർലഭമായിരുന്നു. ദൈവവുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ മനുഷ്യർക്ക് ഇല്ലായിരുന്നു. പ്രിയരെ, നമ്മുടെ വീട്ടിനകത്ത് മഹത്വം നിലനിൽക്കണമെങ്കിൽ, മഹത്വം കൊണ്ട് നിറയണമെങ്കിൽ ഒന്നാമത് നാം ചെയ്യേണ്ടത് ദൈവവചനം ധ്യാനിക്കുക, കർത്താവിനോട് പ്രാർത്ഥിക്കുക, ദൈവിക ഫെലോഷിപ്പിനെ വീട്ടിനകത്ത് ഹല്ലേലൂയ രൂപപ്പെടുത്തിയെടുക്കുക. ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, വേദപുസ്തകം പറയുന്നു, ആ കാലഘട്ടത്തിൽ ഒന്നിനും ഒരു ഓർഡർ ഇല്ലായിരുന്നു. ഹല്ലേലൂയ. ഒന്നിനും ഒരു ക്രമമില്ലായിരുന്നു. ജനങ്ങളെല്ലാം തനിക്ക് ബോധിച്ചതുപോലെ, തനിക്ക് ഇഷ്ടപ്പെട്ടതുപോലെ ജീവിക്കുന്ന ഒരു കാലഘട്ടം. ഹല്ലേലൂയ. പലപ്പോഴും പല വീട്ടിനകത്തും ഓർഡറുകൾ തെറ്റിയാണ് കിടക്കുന്നത്. ദൈവം ആക്കിയിരിക്കുന്ന ഒരു ഓർഡറുണ്ട്. നോക്ക്, ഹല്ലേലൂയ. ദേവാലയത്തിൽ ആരാധിക്കാൻ വരുമ്പോൾ പുരോഹിതന്മാർ എന്താണ് ചെയ്യേണ്ടത്, ഹല്ലേലൂയ, യാഗത്തെക്കുറിച്ചുള്ള ഓർഡറുകൾ എന്താണെന്ന് ആ സമയത്ത് ഏലിയുടെ മക്കൾ മറന്നുപോയി. ഒരാൾ യാഗം കഴിക്കാൻ വരുമ്പോൾ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഏലിയുടെ മക്കൾ മുപ്പല്ലിയുമായി വന്ന് കലത്തിലും ഉരുളിയിലും ഹല്ലേലൂയ കുട്ടകത്തിലും ചട്ടിയിലും കുത്തി ഹല്ലേലൂയ അവർ ഹല്ലേലൂയ ആ യാഗവസ്തുക്കളെ എടുത്തുകൊണ്ടുപോകും. ഹല്ലേലൂയ. അതുപോലെ തന്നെ ആലയത്തിനകത്ത് വേണ്ടാത്ത ഹല്ലേലൂയ പരസംഗത്തെ കൊണ്ട് നിറച്ചു. ഒരു ഹല്ലേലൂയ ജീവിതത്തിൽ ഒരു ചിട്ടയുമില്ലാതെ, ഒരു പ്രമാണവുമില്ലാതെ ജീവിക്കുന്ന ഒരു ജനം, തനിക്ക് ബോധിച്ചതുപോലെ നടക്കുന്ന ഒരു കൂട്ടം. പ്രിയരെ, നിങ്ങളുടെ ഭവനത്തിനകത്ത് മഹത്വം വരണമെങ്കിൽ
ഒരു പ്രമാണം നമുക്ക് വേണം. നമുക്കൊരു ദൈവിക ചിട്ട വേണം. ദൈവിക ഹല്ലേലൂയ ഓർഡർ വേണം. ദൈവം കൽപ്പിച്ചതുപോലെ, ദൈവം ആക്കിയിരിക്കുന്ന പ്രമാണം പോലെ നാം പ്രവർത്തിക്കുമെങ്കിൽ കുടുംബത്തിനകത്ത് റെസ്പെക്റ്റ് ചെയ്യേണ്ടവരെ റെസ്പെക്റ്റ് ചെയ്യും, സ്വീകരിക്കേണ്ടവരെ സ്വീകരിക്കുകയും, ഹല്ലേലൂയ കുടുംബത്തിനകത്ത് ഫോളോ ചെയ്യേണ്ട ദൈവിക പ്രമാണങ്ങളെ നിങ്ങൾ പ്രമാണിച്ചാൽ നിശ്ചയമായി കർത്താവിൻ്റെ മഹത്വം നമ്മിലേക്ക് വരും. നമുക്ക് ബോധിച്ചതുപോലെ ഓടാൻ പറ്റത്തില്ല. നമുക്കൊരു പിതാവുണ്ട്, നമുക്കൊരു പ്രമാണമുണ്ട്, നമുക്കൊരു ചട്ടമുണ്ട്. ഇത് തിരിച്ചറിഞ്ഞ് നിങ്ങൾ പ്രവർത്തിച്ചാൽ നിശ്ചയമായി നിങ്ങളുടെ വീട്ടിനകത്ത് ദൈവിക മഹത്വം നിറയും. ഇതാ മൂന്നാമതായി പറയുന്നു, കർത്താവിൻ്റെ പെട്ടകമില്ല അവിടെ. ഹല്ലേലൂയ. ഇസ്രായേലിൽ ദൈവത്തിൻ്റെ പെട്ടകമേ നഷ്ടപ്പെട്ടു, ശത്രു പിടിച്ചു കൊണ്ടുപോയി. പെട്ടകം ഉയർത്തപ്പെട്ട ക്രിസ്തുവത്രേ. ക്രിസ്തു ഇല്ലാത്ത ജീവിതം, ക്രിസ്തു ഇല്ലാത്ത ഭവനം, ക്രിസ്തു ഇല്ലാത്ത കൂട്ടായ്മകൾ നിശ്ചയമായി ഒരു മഹത്വവും കാണത്തില്ല. പ്രിയരെ, നിങ്ങളുടെ ജീവിതത്തിൽ യേശുവുണ്ടോ? നിങ്ങൾ യേശുവിനെ ധരിച്ചവരാണോ? യേശുവിൻ്റെ കൂടെ സഞ്ചരിക്കുന്നവരാണോ? ക്രിസ്തുവിൻ്റെ ജീവനുള്ള ക്രിസ്തുവിൻ്റെ വചനത്തെ ഉയർത്തുന്ന ഭവനമാണോ? അങ്ങനെയെങ്കിൽ നിശ്ചയമായി നിങ്ങളുടെ വീട്ടിൽ ദൈവമഹത്വം വെളിപ്പെടും, ദൈവത്തിൻ്റെ തേജസ് വെളിപ്പെടും. ക്രിസ്തുവില്ലാതെ നാം എന്ത് ചെയ്താലും, ക്രിസ്തുവില്ലാതെ നാം എന്നൊക്കെ പ്രവർത്തിച്ചാലും അവിടെ ഒന്നും ഒരു പ്രയോജനവുമില്ല, ഒരു ഫലവും കാണത്തില്ല, ഒരു ദൈവപ്രവൃത്തിയും വെളിപ്പെടുത്തില്ല. ഇന്ന് രാവിലെ നമുക്ക് ക്രിസ്തുവിനെ കൂടാതെയുള്ളൊരു ജീവിതമല്ല വേണ്ടത്, ക്രിസ്തുവിനോട് കൂടെ. ഇമ്മാനുവേൽ നമ്മുടെ കൂടെ ഉള്ളതിനാൽ സ്തോത്രം. ഈ ഖാബോത്ത് ഹല്ലേലൂയ നന്മ നഷ്ടപ്പെട്ട, മഹത്വം നഷ്ടപ്പെട്ട ഒരു തലമുറയെ കാണിക്കുമ്പോൾ നാം കാണിക്കേണ്ടത് കർത്താവിനോട് കൂടെ നടക്കുന്ന, ഇതാ ഞാൻ ലോക അവസാനത്തോളം കൂടെയുണ്ടെന്ന് പറഞ്ഞ ക്രിസ്തുവിനെ, ഇമ്മാനുവേലിനെ ഉയർത്തുന്നവരായി നമുക്ക് തീരാം. നമ്മുടെ ദൈവം വിശ്വസ്തൻ, നമ്മുടെ ദൈവം മാറാത്ത ദൈവം. അവൻ നമ്മെ എല്ലായിടത്തും എല്ലായ്പ്പോഴും ക്രിസ്തയേശുവിൽ ജയോത്സവമാക്കി നടത്തും. ഗോഡ് ബ്ലെസ് യു. ആമീൻ, ആമീൻ.